കേരള നിയമസഭയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വാക്പോരിനായിരുന്നു സഭ സാക്ഷ്യം വഹിച്ചത്. സാധാരണയായിട്ട് ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്കപ്പുറം പ്രതിപക്ഷത്തെയും പ്രത്യേകിച്ച് വി.ഡി. സതീഷിനെയും രാഷ്ട്രീയമായിട്ട് വ്യക്തിഹത്യ ചെയ്യുക എന്ന കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടെയായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം വന്നത്. സഭയുടെ തുടക്കം മുതൽ തന്നെ കടുത്ത പ്രകോപനങ്ങളും ആരോപണ ശരങ്ങളും പ്രതിപക്ഷ നിര വി.ഡി. സതീശൻ സർക്കാരിനെതിരെ ഉയർത്തിയിരുന്നു. ഇന്ധനവില വർധനവിനെതിരെ മുൻ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തെ കണക്കുകൾ നിരത്തി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നേരിട്ടത് സഭയിൽ വലിയ രാഷ്ട്രീയ ചർച്ചയായി. മുൻ ഇടത് സർക്കാർ വരുത്തിവെച്ച വീഴ്ചകളും കടബാധ്യതകളും അക്കമിട്ട് നിരത്തിയാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കിയത്. സർ, ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ധനകാര്യ പെർസെന്റേജ് 1.92 ആണെങ്കിൽ ഇപ്പോൾ 2.38 ആണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാളും 10,000 കോടി രൂപ ധനകാര്യ കമ്മീഷന്റെ വരുമാനം കൂടി അധികമുണ്ട്. 10,000 കോടി ധനകാര്യ കമ്മീഷന്റെ വരുമാനം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരം ഒരു കാര്യത്തിൽ തൽക്കാലത്തേക്ക് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ നിലപാടെടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയുണ്ട് സർ. ആ സാമ്പത്തിക സ്ഥിതി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഈ ഇതൊന്ന് തീരുമാനമായിട്ട് പറയാം. അത് അങ്ങേയറ്റം തെറ്റായ ഈ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വിലക്കയറ്റം കുറഞ്ഞിട്ട് 25 പൈസ ഉള്ളായിരുന്നു സാർ. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 1 ലിറ്റർ പെട്രോളിന് 25 പൈസ ഉള്ളായിരുന്നു. പെട്രോളിന് 1 ലിറ്റർ പെട്രോളിന് അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ വില കയറിക്കൊണ്ടേ ഇരിക്കല്ലേ. 25 പൈസ അന്നുണ്ടായിരുന്നു. ഇപ്പോൾ 102, 113 രൂപ ആകുമ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഗവൺമെന്റുകൾ ഇങ്ങനെ ഇതിനൊരു തീരുമാനമാവട്ടെ എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ സാർ? ഒരു കാര്യം കൂടി സന്തോഷത്തോടെ പറയാം, ഞങ്ങൾക്ക് തുടർച്ച എന്ന നിലയിൽ സംസ്ഥാനത്തിന് താല്പര്യമാണ്. അതുകൊണ്ട് സാർ ടാക്സിന്റെ കാര്യത്തിൽ ഞാനീ പറഞ്ഞ ഡിവിസിബിൾ പൂളിലെ വരുമാനം മാത്രമല്ല സാർ, ടാക്സിന്റെ കാര്യത്തിൽ GSTയുടെ കാര്യത്തിൽ കഴിഞ്ഞ മാസവും ഈ മാസവും ഒക്കെ വരുമാനം ഓരോ മാസവും ഇന്ത്യൻ ആവറേജിനേക്കാളും വർദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളായി കേരളത്തിൽ അതിന്റെ വരുമാനം കൂടിയുണ്ട്. കേരളത്തിൽ വിലവർധന കാരണം ഉണ്ടാകുന്ന ടാക്സുകൾ വരും. അപ്പോൾ വരുമാനമുണ്ട്. ഇതിൽ ഞങ്ങൾ പ്രതിപക്ഷം എന്ന നിലയിൽ ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കി ആദ്യത്തെ അടിയന്തര പ്രമേയത്തിൽ തന്നെ കുഴപ്പത്തിലാക്കി പറയാനല്ല. പക്ഷെ സാധാരണ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നില്ല. സംസ്ഥാനം വിട്ടുപോയ തൊഴിലാളികൾ തിരിച്ചു വരുന്നില്ല. ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റുന്നില്ല സാർ. തൊഴിലാളികൾ വന്നാലേ സാർ കോട്ടയത്തായാലും ഇവിടെ ആയാലും ആൾക്ക് ജോലി ചെയ്യാൻ പറ്റും സാർ. സാർ, തൊഴിലാളിക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല. യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് സാർ. ഈ തരത്തിൽ പാചകവാതകം കിട്ടാതെ ഉൾപ്പെടെയുള്ള റോഡ് പണി നടക്കാതെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. അതിനകത്ത് രാഷ്ട്രീയമായി പ്രതിക്കൂട്ടിലാവുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. കുറച്ച് കാര്യങ്ങൾ കേന്ദ്രത്തിനെതിരെ പറയേണ്ടി വരും, സംസ്ഥാനം ചെയ്യേണ്ട കാര്യം പറയേണ്ടി വരും. അത് ചർച്ച ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളതാണ് സാർ ഇങ്ങനെ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. അത് ചർച്ച ചെയ്യണമെന്നാണ്, അല്ലാതെ വേറൊരു കാര്യമില്ല. അതിനകത്ത് അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുന്ന ആളാണ് എന്ന് തെളിയിക്കാൻ പറ്റും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വാക്ക് പ്രധാനമാണെന്ന് മാത്രം, വാക്ക് മാത്രമാണെന്ന് പറയുന്നത്, വാക്ക് പാലിക്കുന്നതാണെന്ന് വരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വാക്ക് പ്രധാനമാണെന്ന് പറയുമ്പോൾ വാക്ക് പാലിക്കാനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നൊരു സമീപനം ശ്രീ വി.ഡി. സതീശൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മുഖ്യമന്ത്രി സാർ, ഇത് സംബന്ധിച്ചിട്ടുള്ള ഇതുവരെയുള്ള വിഷയങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇതിനകത്ത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ മുൻ ധനകാര്യമന്ത്രി കൂടിയായ ശ്രീ ബാലഗോപാൽ, അദ്ദേഹം ബഹുമാനപ്പെട്ട അംഗം ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഒരുപാട് പ്രാവശ്യം നികുതി വർധനവുണ്ടായപ്പോൾ ഇത് കുറയ്ക്കണം, ഇതിനകത്ത് ഒരു ഭാഗം നിയമസഭയുടെ റെക്കോർഡുണ്ട്, ഒരു ഭാഗം നികുതി മുഴുവൻ ഒഴിവാക്കണമെന്നല്ല പറഞ്ഞത്. ഒരു ഗവൺമെന്റിന് ഒഴിവാക്കാൻ പറ്റില്ല. കൂടിയ നികുതിക്ക് സംസ്ഥാനത്തിന് അധികമായി കിട്ടിയ വരുമാനത്തിലെ ഒരു ഭാഗം ഇതുകൊണ്ട് ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക്, ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക്, ടാക്സി ഡ്രൈവർമാർക്ക്, അവർക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഇളവ് വരുത്താൻ കഴിയുമോ എന്ന് ഗവൺമെന്റ് പരിശോധിക്കണം എന്നാണ് പറയുന്നത്. ഞങ്ങളത് പറയാൻ കാരണം അതിനു മുൻപ് അധികാരത്തിലിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ പെട്രോളിന് 4 തവണയും ഡീസലിന് 2 തവണയും അധിക നികുതി വരുമാനം ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇതിലൂടെ പെട്രോളിൽ നിന്നും 375.75 കോടി രൂപയും ഡീസലിൽ നിന്നും 243.42 കോടി രൂപയും അന്നത്തെ സർക്കാർ 2011 മുതൽ 2016 വരെയുള്ള സർക്കാർ വേണ്ടെന്ന് വെച്ചു. അതായത് മൊത്തം 619 കോടി രൂപ വേണ്ടെന്ന് വെച്ചു. ആ പശ്ചാത്തലത്തിലാണ് പിന്നീട് വന്ന ഗവൺമെന്റിന്റെ കാലത്ത് 2016 മുതൽ 2025 ജനുവരി 31 വരെ ഈ ഡീസൽ പെട്രോളിന്റെ വില വർധനവിന്റെ ഭാഗമായി, അതായത് ഡീസൽ ഇനത്തിൽ 1617 കോടി രൂപയും പെട്രോൾ ഇനത്തിൽ 1466 കോടി രൂപയും ഉൾപ്പെടെ കഴിഞ്ഞ സർക്കാരിന് 3100 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടുണ്ട്. 1 രൂപ കുറച്ചിട്ടില്ല. പ്രതിപക്ഷം ഉന്നയിച്ച ഇന്ധനവില വർധനവിനെതിരെ മുൻ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ കൊണ്ടുവന്ന രാഷ്ട്രീയ ആയുധങ്ങളെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൃത്യമായിട്ടുള്ള ഔദ്യോഗിക കണക്കുകൾ നിരത്തി സഭയിൽ തന്നെ തരിപ്പണമാക്കുകയാണ് ചെയ്തത്. സപ്ലൈകോയെ തകർന്ന് തരിപ്പണമാക്കി മുൻ LDF സർക്കാർ വരുത്തിവെച്ച 3000 കോടി രൂപയുടെ കനത്ത കുടിശ്ശികയുടെ രേഖകളാണ് മുഖ്യമന്ത്രി സഭയ്ക്ക് മുന്നിൽ തുറന്നുവിട്ടത്.
തങ്ങൾ ഭരണത്തിലിരുന്നപ്പോൾ വരുത്തിവെച്ച വൻ സാമ്പത്തിക വീഴ്ചകൾ മറച്ചുവെച്ച് ഇപ്പോൾ ജനകീയ മുഖംമൂടി അണിയാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് ഓരോന്നായിട്ട് മുഖ്യമന്ത്രി തുറന്നു കാട്ടി. നിലവിലെ വിലക്കയറ്റത്തിന് കാരണം സംസ്ഥാന സർക്കാർ അല്ല എന്നും പശ്ചിമേഷ്യയിൽ പുകയുന്ന യുദ്ധ സാഹചര്യങ്ങൾ കാരണമുണ്ടായ ആഗോള വിപണിയിലെ പ്രതിസന്ധിയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മുൻ സർക്കാർ സംസ്ഥാനത്തെ എങ്ങനെയൊക്കെയാണ് കടക്കെണിയിലാക്കിയത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഉടൻ തന്നെ ധനകാര്യ ധവളപത്രം പുറത്തിറക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ പ്രതിപക്ഷ നിര പൂർണ്ണമായിട്ടും പ്രതിരോധത്തിലായി. മുഖ്യമന്ത്രിയുടെ ആഞ്ഞടിക്കലിന് മുന്നിൽ കൃത്യമായിട്ടുള്ള മറുപടിയില്ലാതെ പതറിയ പ്രതിപക്ഷം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സഭയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. ഇന്ധനവിലയെ ചൊല്ലി സർക്കാരിനെതിരെ സമരം ചെയ്യാൻ ഇറങ്ങുന്ന പിണറായി വിജയനും ബാലഗോപാലനും നയിക്കുന്ന പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ വായടപ്പിക്കാനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ആയുധമായിട്ടാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇതിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സഭയിലെ ആദ്യ ദിനം മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിൽ ഇന്ധനവിലയെ ചൊല്ലി വാക്പോര് നടത്തിയപ്പോൾ മറുവശത്ത് ഇരു മുന്നണികളുടെയും മുൻകാല സാമ്പത്തിക വീഴ്ചകളെ ഒരേപോലെ തുറന്നുകാട്ടാൻ BJP സഭാകക്ഷി നേതാവ് എന്ന നിലയിൽ ബി ഗോപകുമാറിന് സാധിച്ചു. BJPക്ക് 3 പേർ മാത്രമാണ് അവിടെയുള്ളത്. അതിൽ 2 പേർക്ക് സംസാരിക്കാനാണ് അവസരം ലഭിച്ചത്. പിന്നീട് മോദിക്കും കേന്ദ്ര സർക്കാരിനും വേണ്ടി മുരളീധരനും ബി ഗോപകുമാറും ഒന്നടങ്കം സംസാരിച്ചു. പക്ഷേ മറ്റൊരു കാര്യം, ബി ഗോപകുമാർ സംസാരിച്ചപ്പോൾ അവിടെ വാക്പോരുണ്ടായി. അടിയന്തര പ്രമേയ നോട്ടീസിൽ ഒപ്പുവെക്കാത്ത BJP അംഗത്തിന് സംസാരിക്കാൻ അനുവാദം നൽകരുത് എന്നാവശ്യപ്പെട്ട് CPI നേതാവ് കെ രാജൻ രംഗത്തെത്തുകയും സഭാ നടപടികൾ ചൂണ്ടിക്കാട്ടി ശക്തമായിട്ട് എതിർക്കുകയും ചെയ്തു. എന്നാൽ ചാത്തന്നൂരിൽ നിന്നുള്ള പുതിയ അംഗമായതിനാൽ ബി ഗോപകുമാറിന്റെ കന്നി പ്രസംഗത്തെ തടസ്സപ്പെടുത്തേണ്ടതില്ല എന്നായിരുന്നു സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിലപാടെടുത്തത്. എന്തായാലും ഇതൊരു കീഴ്വഴക്കമായിട്ട് എടുക്കരുത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിപക്ഷത്തിലുള്ള കെ രാജൻ അടക്കമുള്ള LDF നേതാക്കൾ സഭയിൽ നിന്ന് പുറത്തേക്ക് പോയ സമയത്താണ് സ്പീക്കറുടെ പ്രത്യേക അനുമതിയോടെ ഗോപകുമാർ തന്റെ കന്നി പ്രസംഗം നടത്തിയത്. ഇന്ധനവില വർധനവിനെ ചൊല്ലി മുൻ ധനമന്ത്രി KN ബാലഗോപാലനും മുഖ്യമന്ത്രി വി ഡി സതീശനും തമ്മിൽ സഭയിൽ അരങ്ങേറിയത് ജനങ്ങളെ പറ്റിക്കാനുള്ള വെറും ഒരു അഡ്ജസ്റ്റ്മെന്റ് നാടകം മാത്രമാണെന്നാണ് ബി ഗോപകുമാർ ഇതിനെ പറഞ്ഞത്. സഭയിൽ പരസ്പരം കുറ്റപ്പെടുത്തുകയും പുറത്തിറങ്ങുമ്പോൾ ഒത്തുതീർപ്പ് രാഷ്ട്രീയ കളികൾ കളിക്കുകയും ചെയ്യുന്ന ഇരു മുന്നണികളുടെയും ഇരട്ടത്താപ്പാണ് അദ്ദേഹം സഭയ്ക്ക് മുന്നിൽ തുറന്നു കാട്ടിയത്. എന്തായാലും മുൻ LDF സർക്കാർ വരുത്തിവെച്ച 3000 കോടി രൂപയുടെ സപ്ലൈകോ കുടിശ്ശികയും സംസ്ഥാനത്തിന്റെ തകർന്ന സാമ്പത്തിക അവസ്ഥയും കുറിച്ച് മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ മുൻ UDF ഭരിച്ച കാലത്തും കേരളം സമാനമായിട്ടുള്ള കടക്കണിയിലേക്കാണ് തള്ളിവിട്ടത് എന്നും ഗോപകുമാർ ഓർമ്മിപ്പിച്ചു. കേരളത്തെ ഇന്നത്തെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ എത്തിച്ചതിൽ LDFനും UDFനും തുല്യമായിട്ടുള്ള പങ്കാളിത്തമാണ് ഉള്ളത് എന്നും അദ്ദേഹം കൃത്യമായിട്ടുള്ള മുൻകാല കണക്കുകൾ നിരത്തി വാദിച്ചു. അദ്ദേഹം സഭാപ്രസംഗത്തിൽ പറഞ്ഞത് നമുക്ക് കാണാം. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് കൊടുത്തു വരുന്ന നികുതിയെ സംബന്ധിച്ച് അതിന്റെ വർധനവിനെ സംബന്ധിച്ചും ബഹുമാനായ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു സംസ്ഥാനത്തിന് അർഹതപ്പെട്ട എല്ലാ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായും കൊടുക്കുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ചത് ടാറിന്റെ വില വർധനവ് സംബന്ധിച്ച് അങ്ങയുടെ മണ്ഡലത്തിലടക്കം പൊതുമരാമത്തിന്റെ പ്രവൃത്തി നടക്കുന്നില്ല എന്ന് പറഞ്ഞു. സർ, കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിലും ടാറിന്റെ വില വർധനവ് മുമ്പിൽ ഞാൻ എന്റെ നിയമസഭാ മണ്ഡലത്തില് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ യോഗം വിളിച്ചു കൂട്ടിയപ്പോൾ അവർ പറഞ്ഞത് ടാറിന്റെ വില അന്യായമായി വർദ്ധിച്ചിട്ടുണ്ട്, അത് മാറ്റം വരുത്താതെ ടാറിംഗ് പണി നടക്കില്ല എന്നാണ് സൂചിപ്പിച്ചത്. ഇവിടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറഞ്ഞു. അമേരിക്കൻ ബസിനെ കണ്ടാൽ പേടിക്കുന്നതാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്ന്. വാക്ക് EDയെ കണ്ടാൽ പേടിക്കുന്ന പ്രതിപക്ഷ നേതാവല്ല, ട്രംപിന്റെ മുന്നിലല്ല, ഏത് ലോകരാഷ്ട്ര തലവന്റെ മുന്നിലും ഭാരതത്തിന്റെ നിലപാട് പറയാൻ കരുത്തുള്ള പ്രധാനമന്ത്രിയാണ് ഭാരതത്തിന് ഉള്ളത്. 2 ഗവൺമെന്റും തുടർച്ചയായി ഈ സംസ്ഥാനം ഭരിച്ച നമ്മളൊരു സാവകാശം കാണിക്കൂ, ഒരു സാവകാശം കാണിക്കൂ. മെയ്ഡൻ സ്പീച്ച് അല്ലേ, അത് ലിമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, തീർന്നുകൊണ്ടിരിക്കുക. നമുക്കത് വേഗം തീർക്കാം. ഈ സംസ്ഥാനം രൂപീകൃതമായ കാലഘട്ടം മുതൽ ഈ 2 മുന്നണിയുമാണ് ഇവിടെ ഭരിച്ചിട്ടുള്ളത്. ഇവിടെ ഉണ്ടായ എല്ലാ സാമ്പത്തിക പ്രതിസന്ധിയുടെയും ഉത്തരവാദിത്തം ഈ 2 മുന്നണികൾക്കുമാണ്. എന്തായാലും വികസനത്തിന്റെ പേരിൽ കേന്ദ്രത്തെ എപ്പോഴും കുറ്റം പറയുന്ന ഇരു മുന്നണികളും കേന്ദ്ര ഫണ്ടുകൾ കൃത്യമായിട്ട് വിനിയോഗിക്കുന്നതിൽ പൂർണ്ണ പരാജയമെന്നാണ് ഗോപകുമാർ സഭയിൽ അക്കമിട്ട് നിരത്തിയത്. ദീർഘകാലം അധ്യാപകനും സ്കൂൾ പ്രിൻസിപ്പലുമായിരുന്ന ബി ഗോപകുമാർ അനാവശ്യ ബഹളങ്ങൾക്കപ്പുറം തികച്ചും സൗമ്യവും എന്നാൽ ശക്തവുമായിട്ടുള്ള ശൈലിയിലാണ് സഭയിൽ തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയത്. ഇന്ധനവില വർധനവും നികുതി കൊള്ളയും കാരണം നടുവൊടിയുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ യഥാർത്ഥ വേദന സഭയിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ
ആദ്യ ദിനത്തിലെ പ്രസംഗത്തിന് സാധിച്ചു. നിയമസഭയുടെ ചരിത്രത്തിൽ BJPയുടെ രാഷ്ട്രീയ സന്ദേശമാണ് ഗോപകുമാറും കേരളത്തിന് നൽകിയത്. കേരളത്തിൽ ഭൂരിപക്ഷം ഇല്ലെങ്കിലും കേരളത്തിലെ ജനങ്ങളുടെ ശബ്ദമായിട്ട് വിട്ടുവീഴ്ചയില്ലാതെ പ്രതിരോധമായിട്ട് സഭയ്ക്കകത്ത് BJP ഉണ്ടാകുമെന്ന പ്രഖ്യാപനമായിരുന്നു ആ ഒരു അദ്ദേഹത്തിന്റെ ആക്രമണവും അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലൂടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഭയ്ക്കകത്ത് ഭരണപക്ഷത്തിന്റെ ധവളപത്ര പ്രഖ്യാപനത്തിനും പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ടിനും ഇടയിൽ BB ഗോപകുമാർ കളം നിറഞ്ഞപ്പോൾ സഭയ്ക്ക് പുറത്ത് BJP തെരുവുകൾ കീഴടക്കാൻ വൻ പ്രക്ഷോഭം അഴിച്ചുവിട്ടിരുന്നു. ചുരുക്കത്തിൽ 16ാം നിയമസഭയുടെ ആദ്യ ദിനം സഭയ്ക്കകത്ത് ഭരണ പ്രതിപക്ഷ മുന്നണികളെ ഒരേപോലെ പ്രതിരോധത്തിലാക്കാനും പുറത്ത് ജനകീയ വികാരം തിരിച്ചുവിടാനും BJPക്ക് സാധിച്ചു എന്നതാണ് മറ്റൊരു കാര്യം.